ഇന്നലെ നടന്ന ചെങ്കോട്ടയിലെ സ്ഫോടനം സംസാരിക്കേണ്ടത് ഇന്ന് അതേപ്പറ്റി തന്നെയാണ്. സത്യത്തിൽ ഞാൻ ഇന്ന് ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. 2-3 ദിവസമായിട്ട് എനിക്ക് എന്റെ ഫിസിക്കൽ ഇഷ്യൂ തുടർച്ചയായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. നടുവിന് ഒരു പ്രോബ്ലം ഉള്ളതാണ്. ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? സംസാരിക്കണം, ഇതേപ്പറ്റി സംസാരിക്കണം. ശരിക്കും പറഞ്ഞ ഒരു ദിവസത്തിന്റെ വൈകുന്നേരം സ്വന്തം നാട്ടിൽ റിലാക്സ് ആയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് ഒന്ന് ആശ്വസിക്കാം അല്ലെങ്കിൽ ഒന്ന് ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ച 12 പേരാണ് ഒന്നും അറിയാതെ ഇന്ന് മരണപ്പെട്ടു പോയിരിക്കുന്നത്. ആരാണ് കാരണം? എലക്ഷൻ എടുത്തു, തിരഞ്ഞെടുപ്പ് കൊണ്ടാ, BJP സംഖ്യ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മറുപടി നൽകണ്ടേ? മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? എവിടെ എന്ത് നടന്നാലും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ പാവങ്ങൾ, ബാക്കിയുള്ള ആൾക്കാരാണ് കുറ്റക്കാർ. എത്ര പൊട്ടിത്തെറിച്ചാലും ഇവരാണ് പാവങ്ങൾ. സംസാരിക്കണ്ടേ ഇതേക്കുറിച്ച്? നമുക്ക് അതേപ്പറ്റി സംസാരിക്കാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ്. കാരണം യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മീഡിയകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് വരുമാനം ഒന്നും ലഭിക്കാനില്ല. നമ്മൾ പറയുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർ കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് അടിച്ച് നമുക്ക് വരുമാനം വരുന്ന ഒരു മാർഗം മുടക്കിയിട്ടിരിക്കുകയാണ് ഏകദേശം 2 വർഷമായി. അപ്പൊ മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇതുപോലുള്ള ഫിസിക്കൽ ഇഷ്യൂസ് കാര്യങ്ങൾ അധികമായി വരുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. ആ സമയത്ത് അതിലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണകളും അതുപോലെ തന്നെ ഷെയറും ലൈക്കും കമന്റും ഒക്കെ കുറച്ചധികം നാളത്തേക്ക് ആവശ്യമുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് തുറന്നു പറയാനോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമാണ്, തുടർന്നും പറയണം, ഈ രാജ്യത്തൊരു മാറ്റം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സപ്പോർട്ട് എനിക്ക് തുടർന്നും വേണം. മറ്റുള്ള ആൾക്കാർ അവിടെ നിൽക്കട്ടെ, അവരെ നമുക്ക് കൈ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2 കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ നടന്ന സംഭവം BJP ആസൂത്രിതമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗിമ്മിക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ചർച്ച ചെയ്യുന്നത്. ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ആന്റി നാഷണൽസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവരെപ്പോഴും ഇന്ത്യ വിരുദ്ധരാണ്. ഇന്ത്യക്കെതിരെ മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ മലയാളികളുണ്ട്, അതുപോലെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നവരായിട്ടുണ്ട്. ഇപ്പോ ഇന്നലെ നടന്ന സംഭവം മാത്രം എടുക്കാം. ഇന്നലെ 7:30-ക്കാണ് റെഡ് ഫോർട്ടിനടുത്ത് ഒരു I-20 കാറ് പൊട്ടിത്തെറിക്കുന്നത്. ആ കാറ് കുറച്ചു നേരം മുമ്പ് അങ്ങോട്ട് വന്ന് നിൽക്കുന്നതും അതിനകത്ത് 3 പേരുണ്ടായിരുന്നതായിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടിത്തെറിച്ചതായിട്ടുമാണ് വിഷ്വൽസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിർത്തിയിട്ടിരുന്ന കുറച്ചധികം കാറുകളും പൊട്ടിത്തെറിച്ചു. നമുക്കറിയാമല്ലോ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഇത് CNGയുടെ ഒരു പ്രശ്നമായിരിക്കാം. അതായത് ഇപ്പൊ നമുക്കറിയാലോ, ഇവിടുത്തെ കാറുകളെല്ലാം ഇലക്ട്രോണിക്കലി ഉപയോഗിക്കുന്ന കാറുകളുണ്ട്, അതുപോലെ തന്നെ CNGയിൽ ഉപയോഗിക്കുന്നതുണ്ട്, പെട്രോളുണ്ട്, ഡീസലുണ്ട്. അപ്പൊ അതുപോലെ CNGയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഗ്യാസാണ്. നമ്മൾ LPG ഒക്കെ പാചകവാതകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഗ്യാസാണ് CNG. അപ്പൊ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, ഇവിടെയൊക്കെ തന്നെ ഓട്ടോറിക്ഷകൾ, CNGയിലൂടെ ഓട്ടോറിക്ഷകളൊക്കെ പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആദ്യം പൊട്ടിത്തെറിക്കുന്നത് ഈ ടാങ്കാണ്. കാരണം ഇത് ഇന്ധനമായിട്ട് അതിനകത്ത് ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇതുകൊണ്ടാണോ എന്നൊരു ഡൗട്ട് ആദ്യമേ വന്നെങ്കിൽ തന്നെയും ഇതുകൊണ്ടല്ല എന്നതാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്ന സംഗതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചാവേർ ആക്രമണമാണ്. അതായത് സ്വയം നശിപ്പിച്ചുകൊണ്ട് ഒരു ജിഹാദ് നടപ്പിലാക്കുക എന്നൊരു ആക്രമണമാണ്. ഇത് ആദ്യത്തെ സംഭവമാണോ? ഇങ്ങനെ ഒരു മുസ്ലിം തീവ്രവാദം ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ. അല്ല, ഈ വെളുപ്പിക്കുന്നത് കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. അതോടൊപ്പം മറ്റൊരു സംഭവം നടന്നിരുന്നു. അതും ഇതും കൂടി ചേർത്ത് കൂട്ടി തുന്നിയിട്ട് ചിലർ പറയുകയാണ്, ഡമ്മി ഭീകരരെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു, സംഖ്യകൾ തന്നെ പൊട്ടിച്ചിട്ടെന്ന്. ശരിയാണോ? ഇതിനകത്തൊരു ചെറിയ ടെസ്റ്റ് ഉണ്ട്. ആ വാർത്ത നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഡോക്ടർമാരും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും അടക്കം 7 പേർ നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്നിവയുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ഭീകര ആവാസ വ്യവസ്ഥയെന്ന് ജമ്മുകശ്മീർ പോലീസ്. പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലും സമ്പർക്കം പുലർത്തുന്ന ഭീകരരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീനഗർ, അനന്ത്നാഗ്, ഗന്ദർബാൽ, ഷോപ്പിയാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. എല്ലാവരും ജമ്മുകശ്മീരുകാരാണ്. ഡൽഹിക്കടുത്ത ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്ത ഡോക്ടർ മുസമ്മിൽ അഹമ്മദിന്റെ പക്കൽ നിന്ന് 360 കിലോ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. ഡൽഹി ലക്ഷ്യമിട്ടുള്ള വൻ ഭീകരാക്രമണ നീക്കമാണ് തകർത്തതെന്ന് പോലീസ്. एक कैरनकॉप राइफल with 3 magazines and 83 live rounds, एक पिस्टल with 8 live rounds, 2 empty cartridges और 2 एडिशनल magazines है जो इनसे जो है रिकवरी की गई है. और इसके अंदर जो है अभी जो है कार्रवाई जो है दोनों की हमारी ज्वाइंट पुलिस की कार्रवाई जो है जारी है. UP സഹാറൻപൂരിൽ നിന്ന് പിടിയിലായ ഡോക്ടർ അദീൽ അഹമ്മദിൽ നിന്നാണ് മുസമ്മിലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. ആകെ 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും തോക്കുകളും ചൈനീസ് നിർമ്മിത പിസ്റ്റളുകളും റിമോട്ട് കൺട്രോൾ ടൈമറുകൾ, മെറ്റൽ ഷീറ്റുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തു. ജമ്മുകശ്മീരിൽ തിരച്ചിൽ തുടരുന്നു.
ഭീകരരുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. എത്ര ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചതെന്ന് കണ്ടില്ലേ? ഇവര് ഡൽഹി ആസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഡൽഹി, ജമ്മു കാശ്മീർ, ഇതുപോലെ പല സ്ഥലത്തായിട്ട് ഇതുപോലുള്ള ചാവേർ ആക്രമണം പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ ഈ ന്യൂസിൽ കണ്ടത്, അല്ലെ? ഇത് സ്ഫോടനത്തിന് ശേഷം ഉണ്ടാക്കി കൊണ്ടുവന്ന ഡമ്മി ഭീകരരാണോ? അല്ല. സ്ഫോടനം നടന്നത് ഇന്നലെ 7:30-ക്കാണ്. അതിന് മുൻപാണ് ഈ വാർത്ത വന്നത്. ഈ വൈറ്റ് കോളർ തീവ്രവാദികൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വൈറ്റ് കോളർ തീവ്രവാദി എന്ന് പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള, നല്ല നിലയിലൊക്കെ, നല്ല ജോലികളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കോളർ എന്ന് പറയുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, കൃഷിക്കാരൊന്നും വൈറ്റ് കോളർ അല്ല, കാരണം അവർക്ക് വെള്ളം ഉടുപ്പിട്ടുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളം ഉടുപ്പിട്ട് കോളർ ഇട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് വൈറ്റ് കോളർ എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ജിഹാദി പരിപാടിയും കൂടിയാണ്, ഒരു വാറിന്റെ ഒരു പരിപാടി. ഇവർ ഈ സ്ഫോടക വസ്തുക്കളൊക്കെ എടുത്തു വെച്ചിട്ട് കുറെ ചാവേറുകളെ ഇതുമായിട്ട് വിടും. പക്ഷെ ഈ ഡോക്ടർമാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്വയം പൊട്ടിത്തെറിക്കാനല്ല, പകരം ഒരു ബയോവാറിനാണ്. എന്താണ് ബയോവാർ? അതായത് മറ്റെന്തെങ്കിലും രോഗത്തിലൂടെയോ ഒരു രോഗം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിഷം കുത്തിവെക്കുക, അങ്ങനെ കൊല്ലുന്ന ഒരു സംഗതിനെയാണ് ബയോവാർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ സൂര്യയുടെ ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, 7ാം അറിവ്, ബോധിധർമ്മൻ. അതിനകത്ത് ചൈന ബയോവാറായിട്ട് ഉപയോഗിക്കുന്നത് ഒരു വൈറസ് ഉണ്ടെന്ന് ഇവിടെ ആൾക്കാർക്ക് അങ്ങ് പടർത്തി വിടുക എന്നുള്ളതാണ്. കോവിഡ് വന്ന സമയത്ത് ഇതൊരു ബയോവാറാണോ എന്ന സംസാരമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ബയോവാർ. അങ്ങനെ ഒരു സംഗതിയാണ് ഇവര് പ്ലാൻ ചെയ്തത്. ഇവരെ പിടിച്ചതിന്റെ പിറ്റേന്നാണെന്നേ ബോംബ് പൊട്ടുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ ഡമ്മി തീവ്രവാദികളെ ഇറക്കിയതല്ല. ഈ ബോംബ് പൊട്ടിച്ച ആൾക്കാർ ആരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. സംശയം ജെയ്ഷെ മുഹമ്മദിനോടാണ്. എന്താണ് ജെയ്ഷക്കാരോട് സംശയം തോന്നാൻ എന്താണ് കാരണം? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവരെ പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടും കുറെ പേര് രംഗത്ത് വരുന്നു. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന് എന്തും മാത്രം ഡാമേജ് ഉണ്ടായെന്നുള്ളത്. അതിനുശേഷം ഈ ആണുങ്ങളൊക്കെ പൊട്ടിത്തെറിച്ച് പോയതുകൊണ്ട് സ്ത്രീകളുടെ സംഘടന ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അവരൊരു ഗോത്ര ടൈപ്പ് ആൾക്കാരാണ്. അവർക്ക് ഏത് നേരം തല്ലു പിടിച്ച് ജീവിക്കാൻ മാത്രമാണ് അറിയാവുന്നത്, മറ്റൊന്നും അവർക്ക് അറിയില്ല. അവരുടെ പഠിപ്പിക്കലുകളൊക്കെ കൊണ്ട് തന്നെ അവർ ഈ രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇപ്പൊ ഈ ആൾക്കാരെ നോക്കൂ, ഇപ്പൊ ഇതിനകത്ത് കാണുന്ന ഈ പ്രതികളായിട്ടുള്ള 3 പേർ, ഇപ്പൊ പിടിക്കപ്പെട്ടിട്ടുള്ള 3 പേർ, ഇവര് ഡോക്ടർമാരൊക്കെയാണ്. കണ്ടാ പറയോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഇത് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. പക്ഷേ ഒരു തീവ്രവാദിക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ, വിദ്യാഭ്യാസമുള്ള തീവ്രവാദി എന്നല്ലാതെ മറ്റൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല രൂപത്തിൽ പോലും, എന്നത് കാണിക്കാനാണ് കണ്ടാൽ പറയുമോ എന്ന് ഞാൻ ചോദിച്ചത്. മനസ്സിലായോ? ഇവരെയൊക്കെ നിങ്ങൾ വളരെ ഈസി ആയിട്ട്, ഇവരൊക്കെ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന അങ്ങ് പാവങ്ങളാണ്. ഇവരൊക്കെ ഇവരുടെ അതിജീവനത്തിന് വേണ്ടി പോരാടുവാണ്. അതുപോലെ മോദിക്കും അമിത്ഷായ്ക്കും ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പോരാടുവാണ്. എന്തുവാ നിങ്ങൾ പറയുന്നേ? മോദിക്കും അമിത്ഷായ്ക്കും ബീഹാർ ഇലക്ഷൻ ജയിക്കാൻ 3 മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതല്ലേ എന്റെ അർത്ഥം? മോദിക്ക് വേണ്ടി അത്രയ്ക്ക് സ്നേഹമാണോ മുസ്ലിങ്ങൾക്ക് മോദിയോട്? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അവർക്ക് ഏറ്റവും വെറുപ്പ് മോദിയോട് തന്നെയാണ്. മോദി ഒരിടത്ത് ജയിക്കുമെങ്കിൽ അവിടെ ഒരു മാങ്ങാണ്ടി ചെയ്യാനും അവരെ കിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ സ്വയം പൊട്ടിത്തെറിച്ച് 3 പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം RSS അല്ലെങ്കിൽ BJP ഒക്കെ ആകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗാസയിൽ പ്രശ്നമുണ്ടായാൽ ഇസ്രായേലാണ് കാരണം. അമേരിക്കയിൽ പൊട്ടിയപ്പോഴും അമേരിക്കയാ കാരണം. കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയിൽ ഇതേപോലെ തന്നെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 400 പേരോളം മരിച്ച ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതിനൊക്കെ ആരായിരുന്നു കാരണം? ഇവരല്ല. മനസ്സിലാക്കൂ. ഇവരെ ചേർത്ത് പിടിക്കണം, തട്ടോടാൻ അനുവദിക്കണം, മതം പഠിക്കാൻ അനുവദിക്കണം, നിസ്കാരശാലകൾ കൊടുക്കണം. ഇതുപോലുള്ള എല്ലാ പൊട്ടിത്തെറികളും ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. എന്തിന്? എന്റെ ചോദ്യം അതാ, എന്തിന്? കോൺഗ്രസിന് പിന്നെ സീറ്റിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ കഴിഞ്ഞ എല്ലാ തരികിട പരിപാടികളും കാണിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം നമുക്കറിയാം, വോട്ട് ചോരി കൊണ്ടുവന്നു, മറ്റത് കൊണ്ടുവന്നു, മറിച്ചത് കൊണ്ടുവന്നു, ഒന്നും നടന്നില്ല. പുൽവാമയിൽ സംഭവിച്ചല്ലോ. പുൽവാമ ഇതുപോലെ ഇലക്ഷന് BJP അങ്ങ് ചെയ്തതാണ് എന്ന് പറയുന്ന നിങ്ങൾ ആരെങ്കിലും പുൽവാമയിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് അവരെ തന്നെ സമ്മതിച്ചിട്ട് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് സമ്മതിക്കില്ല. ഈ പറയുന്ന ഞാൻ ഇപ്പൊ പറഞ്ഞ ആന്റി നാഷണൽ ആയിട്ടുള്ള ചർച്ചക്കാരും സമ്മതിക്കില്ല. പാകിസ്ഥാൻ പറയുന്നു, പാകിസ്ഥാന്റെ മേധാവി പറയുന്നു പുൽവാമയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തതാണ്. എന്നിട്ട് പഹൽഗാമിൽ ഇത്രയധികം കാര്യങ്ങൾ നടന്നല്ലോ. മലയാളിയായ ഒരു രാമചന്ദ്രൻ വരെ കൊല്ലപ്പെട്ടല്ലോ. അന്നൊക്കെ ഇവരുടെ നാക്ക് എവിടെയായിരുന്നു? അന്ന് ഇവരെന്താ പറഞ്ഞിരുന്നത്? ഇപ്പൊ പറയുന്നത് രാജ്യം ഭരിക്കുന്നവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇന്നലെ സ്ഫോടനം നടന്നതെന്നാണ്. അപ്പൊ അതിനു മുൻപ് ഈ പറയുന്ന ഈ ആൾക്കാരെയൊക്കെ പിടിച്ചത് ആരുടെ കഴിവ് കൊണ്ടാണ്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് NIAക്ക് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു. അവർ വലിയ രീതിയിൽ സർവൈലൻസ് വെച്ചിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ട്. ഒരു ഗതികേട് ആലോചിച്ച് നോക്കണം. എഞ്ചിനീയർമാരും ഡോക്ടർമാരും മുതൽ പീച്ചക്കാരന് വരെ സർവൈലൻസ് വെക്കേണ്ട അവസ്ഥയാണ് ഇന്ന് സത്യത്തിൽ ഇന്ത്യയിലുള്ളത്. ആ ഒരു ഗതികേടിനിടയിലൂടെ കടന്നു പോകുമ്പോഴും കുറെ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ 10 എണ്ണം വരുമ്പോഴത്തേക്ക് അതിൽ 8 എണ്ണം കണ്ടുപിടിച്ച് ശരിയാക്കി ഒരെണ്ണം മിസ്സായാൽ അത് സർക്കാരിന്റെ കഴിവുകേട് എന്നും പറഞ്ഞുകൊണ്ട് വിത്തിൻ മിനിറ്റ്സ് ഇറങ്ങുകയാണ് നമ്മുടെ കോൺഗ്രസ്, നമ്മുടെ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി. എന്താണെന്ന് അറിയില്ല. സാധാരണ വോട്ട് ചോരി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പട്ടായക്ക് പോകേണ്ടതാ. ഇത്തവണ ഇവിടെ തന്നെ ഉണ്ട്. എന്തിനായിരിക്കും?
ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ അറിഞ്ഞിട്ട് ഉടനെ പ്രസ്താവന കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന വിവരങ്ങളൊക്കെ ഇവർക്ക് നേരത്തെ കിട്ടാനായിട്ടുള്ള കാരണമൊക്കെ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ 67 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടെടുത്ത വിവരം നിങ്ങൾ വായിച്ചായിരുന്നു ന്യൂസിലൂടെ. SDPIയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയടക്കം അവർ കണ്ടുകെട്ടിയിട്ടുണ്ട്. അയ്യോ, ഇതെന്താ കാരണം എന്ന് ചിന്തിച്ചാൽ ഒരു 2 വർഷമായിട്ടുണ്ട് ഏകദേശം കാലിക്കറ്റ്, കണ്ണൂർ ഏരിയകളിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആൾക്കാരെ എല്ലാം പിടിച്ച് അവരുടെ കയ്യിൽ നിന്നും കുഴൽപ്പണം, അതുപോലെ അനധികൃതമായിട്ട് തിരിച്ച പണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വാരിക്കൊണ്ട് പോയായിരുന്നു. ഇതിന്റെ അനന്തരഫലം എന്താ? ഞങ്ങൾ കാലിക്കറ്റിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു, ഒരു ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പൊ അവിടെ സംസാരിച്ച സമയത്ത് കുറച്ച് പേര് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോ ED റെയ്ഡ് ചെയ്ത് പൈസ എല്ലാം കൊണ്ടുപോയതോടുകൂടി കാര്യങ്ങളെല്ലാം കഷ്ടത്തിലായി. കാരണം നമ്പർ 1, കാര്യങ്ങളെല്ലാം കഷ്ടത്തിലായി. 2, SIR. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ത്യ വ്യാപകമായി SIRലേക്ക് വരുമ്പോൾ അനധികൃതമായി ഇവിടെ കയറ്റിവിട്ട കുറെ ബംഗ്ലാദേശുകാരെയും ഇരട്ട വോട്ടുള്ള ആൾക്കാരെയും ഇതുപോലെ നുഴഞ്ഞു കയറിയ സ്ലീപ്പർ സെൽസിനെയും ഒക്കെ പുറത്തോട്ട് ഇറക്കി വിടേണ്ടി വരും. വിട്ടില്ലെങ്കിൽ ഇവരെല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടത്തെ പൗരനല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ താമസിക്കാൻ ലീഗലി അനുവാദമില്ല, ഒരിടത്തും അനുവാദമില്ല. ഇന്ത്യയിൽ ഇനി പ്രത്യേകതയൊന്നുമില്ല. ഈ SIRനെതിരെ 10 ലക്ഷം ആൾക്കാർ ഇതിനകത്തുനിന്ന് പുറത്താവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്നെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇതാ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതാണ് ഉള്ളിലിരിപ്പ്, ഇതാണ് പേടി. അന്ന് CAA വന്നപ്പോ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇതേപോലെ തന്നെ ആ മുസ്ലിങ്ങളുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് പറയാണ്, നിങ്ങൾ പൗരത്വം പോകണ്ട, മോദി എടുത്ത് കളയാൻ പോവാണ്. SIR വന്നപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SIR പൗരത്വമായിട്ട് എന്താ ബന്ധം? SIR എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനായിട്ടുള്ള ഒരു ഫോമാണ്, അല്ലെങ്കിൽ ആ ഒരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പൗരനാവുള്ളൂ? അല്ല. ഇന്ത്യയിൽ വോട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്, സമ്മതിദാന അവകാശം. എനിക്ക് വിനിയോഗിക്കാതിരിക്കാം. എന്നോട് വോട്ട് ലീഗലി ചെയ്യും, അല്ലെങ്കിൽ നിന്നെ പിടിച്ച് അകത്തുള്ളൂ എന്ന് പറയാനായിട്ട് ഇവിടെ പറ്റില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ പേര് ചേർക്കാതിരിക്കാം. എന്റെ പൗരത്വത്തെ അത് ബാധിക്കുന്നില്ല, എനിക്ക് വോട്ട് ഉണ്ടാവില്ല എന്നുള്ള സംഗതി മാത്രമേ ഉള്ളൂ. എന്റെ പൗരത്വത്തിന്റെ ഇഷ്യൂ വരുന്നത് NRCയിലാണ്. ഇതൊന്നും അറിയാതെ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തുന്നത്, ഒരു സൈഡിൽ കൂടെ പോയി പൊട്ടിത്തെറിക്കുന്നത്, ഒരു സൈഡിൽ കൂടെ ന്യായീകരിക്കുന്നില്ലേ? ഒറ്റ മുസ്ലിമിനെ കാണിച്ചു തരാമോ ഇത് തെറ്റാണ്, ഇതിനെതിരെ നടപടി എടുക്കണം, ഈ മതഭ്രാന്തന്മാരെ നിലക്ക് നിർത്തണം എന്ന് പറയുന്ന? എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നവരെ കാണണോ? കണ്ടോ? കരുതിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ആ 12 പേര് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇപ്പൊ പൊട്ടിത്തെറിച്ച് നമ്മൾ മരിക്കും, അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രാന്തന്മാർ ഇവിടെ വരും എന്നുള്ളത്. നാളെ ആ 12 പേരുടെ സ്ഥാനത്ത് ഞാനാവാം, നിങ്ങളാവാം. ഒരു ഷോപ്പിംഗ് മാള്, ഒരു സ്കൂള്, ഒരു ഹോസ്പിറ്റല്, ഒരു ചർച്ച്, ഒരു സ്ഥലവും ഇവന്മാരെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാത്ത രീതിയിൽ നമുക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യണോ? ഇനിയും നിങ്ങൾക്ക് ഇവരോട് സഹാനുഭൂതി കാണിക്കണോ? ഇനിയും നിങ്ങൾക്ക് അഭയാർത്ഥികൾക്ക് വാരിക്കോരി കൊടുത്ത് മണ്ണിന്റെ അടിയിലേക്ക് പോകണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.